ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ ആറാട്ടുപുഴ മംഗലം ഗ്രാമത്തിലെ സമ്പന്ന ഈഴവ കുടുംബത്തിലാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജനനം. നരന് നരൻ അശുദ്ധമായി കണക്കാക്കിയിരുന്ന ജാതീയതയുടെ വേർതിരിവുകൾ നടനമാടിയിരുന്ന ആ കാലഘട്ടത്തിലാണ് വേലായുധ പണിക്കർ ജനിച്ചത്. കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയും വേലായുധ പണിക്കർ തന്നെ. 1825 അദ്ദേഹത്തിന്റെ ജനനം. സമ്പന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും ആ സമ്പന്നതയിൽ ആഘോഷിച്ച് ജീവിക്കുവാനല്ല അദ്ദേഹം തീരുമാനിച്ചത്. തന്റെ ചുറ്റുപാടുകളിലെ അസമത്വങ്ങളിലും അനീതികളിലും ക്രൂരമായ ജാതീയതകളിലും അദ്ദേഹം വളരെ ശ്രദ്ധിച്ചു. ഒരു വിപ്ലവകാരിയുടെ മനസ്സുണ്ടായിരുന്ന വേലായുധ പണിക്കർ ഇത്തരം വേർതിരിവുകൾക്കും ജാതീയപരമായ അടിച്ചമർത്തലുകൾക്കുമെതിരെ ശക്തമായി പോരാടുവാൻ തന്നെ തീരുമാനിക്കുന്നു. 1852 വേലായുധ പണിക്കർ അവർണർക്കായി ക്ഷേത്രം പണിത് ശിവനെ പ്രതിഷ്ഠിച്ചിരുന്നു എന്നറിയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലെ വിപ്ലവകാരിയുടെ ആ ചിന്തയുടെ ആഴം എത്രയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഈഴവരടക്കം പിന്നാക്ക സ്ത്രീകൾ മൂക്കുത്തി ധരിക്കുവാൻ അവസരം ലഭിക്കുന്നതിനു വേണ്ടി നടത്തിയ പ്രശസ്തമായ മൂക്കുത്തി വിളംബരം നടത്തിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ആയുർവേദവും ജ്യോതിഷവും കളരിപ്പയറ്റുമൊക്കെ പഠിച്ച ഒരു പണ്ഡിതനായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ വേലായുധ പണിക്കർ മലയാളം, സംസ്കൃതം, തമിഴ് തുടങ്ങിയ ഭാഷകളും ആയുർവേദം, ജ്യോതിഷം, വ്യാകരണശാസ്ത്രം, മർമ്മകല ഇവയൊക്കെ അഭ്യസിച്ചിരുന്നു. സവർണ വിഭാഗം പിന്നാക്ക വിഭാഗക്കാരെ മുട്ടിനു താഴെ മുണ്ടുടുക്കുവാൻ അനുവദിച്ചിരുന്നില്ല. ഈ ആചാരത്തെ അനുസരിക്കാതെ ഉടവ നീട്ടിയുടുത്ത് വയൽവരമ്പിലൂടെ യാത്ര ചെയ്ത സ്ത്രീയെ മേൽജാതിക്കാർ അധിക്ഷേപിച്ചു വിട്ടു. ഇതറിഞ്ഞ വേലായുധ പണിക്കർ തൊഴിലാളികൾക്ക് ചെലവിന് പണം നൽകി ജന്മിമാരുടെ കൃഷിപ്പണിയും മറ്റും ബഹിഷ്കരിക്കുവാൻ ആഹ്വാനം നൽകി. അതുപോലെ കായംകുളം പ്രദേശങ്ങളിൽ അവർണ സ്ത്രീകൾ നാണം മറയ്ക്കുവാൻ മാറിൽ വസ്ത്രം ധരിച്ചു നടക്കുന്നത് കണ്ട് പ്രമാണിമാർ പൊതുനിരത്തുകളിൽ വെച്ചു തന്നെ അവരുടെ മേൽമുണ്ടുകൾ വലിച്ചു കീറി. ഈ വിവരമറിഞ്ഞ പണിക്കർ കുറെ മേൽമുണ്ടുകളുമായി കായംകുളത്തേക്ക് കുതിച്ചു. അവിടുത്തെ തൊഴിലാളി സ്ത്രീകൾക്കിടയിൽ മേൽമുണ്ടുകൾ വിതരണം ചെയ്തു. ഇതാണ് ഏത്താപ്പൂ സമരം എന്നറിയപ്പെടുന്നത്. 1859 ഏത്താപ്പൂ സമരം നടന്നത്. ആദ്യമായി കഥകളി പഠിച്ച അബ്രാഹ്മണൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. 1862 അദ്ദേഹം സ്ഥാപിച്ച കഥകളി യോഗം വലിയൊരു മാറ്റത്തിനു തുടക്കം കുറിച്ചു.